ഹലോ ഗായ്സ്, നമുക്ക് ഈസി ആയിട്ട് ഒരു ചുരിദാർ തയ്ച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ ചുരിദാർ. അതുകൊണ്ട് ഇതിങ്ങനെ 4 ലെയറായിട്ട് മടക്കിയിടണം കേട്ടോ. ലൈനിങ് തുണി മണ്ടയിലിടണം, തയ്ക്കുന്ന ചുരിദാറിൻ്റെ തുണി താഴെ ഇടണം. നമ്മൾ ലൈനിങ്ങയിലാണ് വെട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ 4ആയിട്ട് മടക്കിയിടണം കേട്ടോ. ആദ്യമേ നമ്മൾ 2ആയിട്ട് മടക്കണം, അതുപോലെ തന്നെ നേർ പകുതിയായിട്ട് താഴോട്ട് മടക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 4 ലെയറായിട്ടാട്ടോ മടക്കിയിടുന്നത്. അങ്ങനെ നമ്മൾ മടക്കിയിട്ട ശേഷം നമ്മൾ ഇറക്കം നോക്കണം കേട്ടോ. ഈ ചുരിദാറിൻ്റെ ഇറക്കം ഇച്ചിരി കൂടി വേണം. ലൈനിങ് തുണിക്ക് എന്നാൽ 2-3 ഇഞ്ച് മണ്ടയിലിട്ട് പൊങ്ങി നിന്നാൽ മതി ഇറക്കം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇറക്കം എടുക്കാവുള്ളൂ. എപ്പോഴും ചുരിദാറിൻ്റെ തുണിയാട്ടോ താഴോട്ട് നിൽക്കേണ്ടത്. ലൈനിങ് തുണി ആ കറക്റ്റ് ലെവലിലേ നിൽക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറക്കം രേഖപ്പെടുത്തി കേട്ടോ. ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ട ഒരു കണക്കാട്ടോ നമുക്കിനി വേണ്ടത്. ഷോൾഡറും ആം ഹോളും ഷോൾഡറും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ്, നമ്മുടെ കൈക്കുഴിയോട് ചേർത്തുള്ള അളവ് നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ ബ്രസ്റ്റിൻ്റെയൊക്കെ മണ്ടയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രായുടെ അളവ് നമ്മൾ സത്യത്തിലെടുക്കണം. ബ്രായുടെ അളവിൻ്റെ 4 എടുക്കുക, അതിനകത്തുനിന്ന് 3 അങ്ങോട്ട് കുറയ്ക്കുക. 3 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്താണോ അതാട്ടോ ആം ഹോളും ഷോൾഡറുമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. കാരണം ആ ഒരു ലെവലിലാണ് എല്ലാം നമ്മുടെ ആ ചെസ്റ്റിൻ്റെ അളവനുസരിച്ചാട്ടോ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ചെസ്റ്റിൻ്റെ എന്താണോ ഷോൾഡർ അത് തന്നെയാകട്ടോ ആം ഹോളും. പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആം ഹോളിൻ്റെ അളവ് 1 ഇഞ്ചും കൂടെ കൂട്ടി വെച്ചെന്നോർത്തും ഒരു കുഴപ്പമില്ല. ശരിക്കും ഷോൾഡറിൻ്റെ സമമാണ് ആം ഹോൾ, അത്ര ഓർത്തോണ്ടാൽ മതി. നമുക്ക് വേറൊരു ടെൻഷനും ഇല്ല കേട്ടോ ആ ഒരു കാര്യത്തിലും. അതിനുശേഷം നമുക്ക് പയ്യെ ഒന്ന് വരച്ചങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ബോക്സ് പോലെ അങ്ങോട്ട് ആകും കേട്ടോ. കണ്ട് ആ ഒരു ലെവലിലാവും. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ അരികത്തുനിന്ന് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഷോൾഡർ അടയാളപ്പെടുത്തുന്നതും ആം ഹോൾ അടയാളപ്പെടുത്തുന്നതും. കാരണം നമുക്കിത് വെട്ടിയെടുക്കേണ്ട കാര്യമല്ലേ. അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ അകലം ആട്ടോ എടുക്കേണ്ടത്. കഴുത്തിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പേടിക്കണം. നിങ്ങൾ ഷോൾഡറിൻ്റെ പകുതി അങ്ങ് എടുത്തുകൊണ്ടാൽ മതി കഴുത്തിൻ്റെ അളവ്. കഴുത്തിൻ്റെ അളവെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അകലം. ഈ കഴുത്തിൻ്റെ അകലം നമ്മൾ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ തുണി മാറ്റിയിട്ട് വേണം ഇതെല്ലാം വെട്ടിയെടുക്കാനേ. കാരണം 2 കഴുത്തും സെപ്പറേറ്റ് വെട്ടണം. നമുക്ക് ഫ്രണ്ട് കഴുത്തിന് ഇച്ചിരി ഫാഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫാഷനൊക്കെ പിടിപ്പിക്കാം. അതുപോലെ തന്നെ ബാക്ക് കഴുത്തിന് വേണമെങ്കിൽ ബാക്ക് കഴുത്തിന് ഫാഷനൊക്കെ പിടിപ്പിക്കാം. അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചേരാം. കഴുത്ത് വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കഴുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ചെസ്റ്റിൻ്റെ അളവ്, നമ്മൾ ബ്രായുടെ അളവ് എന്താണോ അതങ്ങോട്ട് ഇട്ടാൽ മതിയെന്നേ. പക്ഷേ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 4 ഇടാവുള്ളൂ. കാരണം നമ്മൾ 4 ലെയറായിട്ടാണ് ഇന്ന് മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 34 സൈസുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഏകദേശം 94, 36, അപ്പം ഏകദേശം 9ൻ്റെയൊക്കെ അടുത്ത് വരും കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ തയ്യൽ തുമ്പും കൂടെ ഇച്ചിരി കൂട്ടി അങ്ങ് ഇടണം കേട്ടോ. കാരണം തയ്യൽ തുമ്പിന് നമ്മളിനി വേറെ അന്വേഷിക്കാൻ പോകേണ്ടി വരും. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എപ്പോഴും ഇട്ടേക്കണം കേട്ടോ. കാരണം തയ്ച്ച് വരുമ്പോഴത്തേക്കും ആ 1 ഇഞ്ച് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കേട്ടോ. അതിനുശേഷം നമ്മളങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ആം ഹോൾ നമ്മളിങ്ങനെ ചതുരപ്പെട്ടി പോലെയല്ലേ വരച്ച് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ കൈക്കുഴി നല്ല ഇങ്ങനെ വളഞ്ഞൊക്കെ അല്ലേ വരേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അളവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ പകുതി എടുക്കുക, അവിടെ അടയാളപ്പെടുത്തുക പകുതി. അതിനുശേഷം തൊട്ടപ്പുറത്തും അടയാളപ്പെടുത്തുക അതിൻ്റെ പകുതി. അതിനുശേഷം അത് കുഴിച്ച് വെട്ടണം കേട്ടോ. കുഴിച്ച് വെട്ടണമെങ്കിൽ നമുക്ക് ഒരളവുണ്ട് കേട്ടോ. നമ്മുടെ ചെസ്റ്റിൻ്റെ 12-1 എടുക്കണം. 12-1 എടുക്കുമ്പോൾ ഒരളവ് കിട്ടും കേട്ടോ. ആ അളവെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് 2.5 ഇഞ്ച് ആ ഒരു അളവ് വരും കേട്ടോ. ആ അളവ് നമ്മളിവിടെ രേഖപ്പെടുത്തണം കേട്ടോ. അവിടെ രേഖപ്പെടുത്തിയ ശേഷം അതങ്ങോട്ട് കുഴിച്ച് വെട്ടി വിടണം കേട്ടോ. കുഴിച്ച് നമ്മൾ വരച്ച് വിടണം. വെട്ടാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഒരളവാട്ടോ. നമ്മൾ ജസ്റ്റ് കുഴിച്ച് വിടണം. പിന്നെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്രണ്ടിലത്തെ കൈക്കുഴി ഒരു 1/2 ഇഞ്ച്, ഇപ്പോൾ ഈ 2.5 ഇഞ്ചാണ് നമ്മളിപ്പം, അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു കുഴിച്ച് വരയ്ക്കാൻ വളച്ച് ഷേപ്പാക്കിയേക്കുന്നതെങ്കിൽ 1/2 ഇഞ്ചും കൂടെ ഇറക്കി വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ കൈക്ക് വെട്ടാൻ വേണ്ടിയിട്ടോ. കാരണം നമ്മുടെ ഫ്രണ്ടിലെ കൈ ഒരു ഇച്ചിരി ഇറുക്കം പിടിക്കും കേട്ടോ അല്ലെങ്കിൽ. അപ്പം അവിടെ ഒരു ഇച്ചിരി കുഴിച്ചും കൂടെ ഫ്രണ്ട് കഴുത്ത് അങ്ങോട്ട് വെട്ടിക്കൊള്ളുക. 1/2 ഇഞ്ച് മതി കേട്ടോ. നമ്മൾ ആ കാൽക്കുലേറ്റ് കണ്ടുപിടിച്ച ആ 12-1 എന്നുവെച്ചാൽ ചെസ്റ്റിൻ്റെ 12-1 എടുക്കുക. അപ്പം കിട്ടുന്ന ആ ഒരു അളവിനകത്തുനിന്ന് 1/2 ഇഞ്ചും കൂടെ കുറച്ച് ആ ഒരു അളവ് ഇവിടെ അടയാളപ്പെടുത്തുക. പിന്നെ അതുകൂടാതെ ഫ്രണ്ടിൻ്റെ കൈക്കുഴി മാത്രം ഒരു 1/2 ഇഞ്ചും കൂടെ ഇറക്കി അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിടുക. എന്നിട്ട് നമ്മൾ വെട്ടാൻ നേരം ഒരു 1/2 ഇഞ്ച്, നമുക്കറിയാലോ ഫ്രണ്ട് കൈ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിലിരുന്നോട്ടെ. എന്നിട്ട് നമ്മളത് വെട്ടാൻ നേരം നമ്മൾ മാത്രം അങ്ങോട്ട് നമുക്ക് നല്ല ഷേപ്പിൽ അങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരളവ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ച് ഞാനിവിടെ അളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് അത് ഫ്രണ്ട് കൈക്കുഴി വെട്ടാൻ വേണ്ടി കേട്ടോ. ബാക്ക് കൈക്കുഴി അങ്ങനെ കുഴിച്ച് വെട്ടേക്കരുത്, ഫ്രണ്ട് കൈക്കുഴി മാത്രം. അപ്പോൾ നമ്മൾ അതും അങ്ങോട്ട്
അടയാളപ്പെടുത്തി വിടുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന കേസേ ഉള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും, എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് അതും ഇങ്ങോട്ട് കൈക്കുഴിയെ അങ്ങോട്ട് സൂപ്പറായിട്ട് അങ്ങോട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. വെട്ടിയല്ല, നമ്മൾ നല്ലപോലെ ഷേപ്പിൽ അങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഷേപ്പ് കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണ്ടിയത് എവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഷോൾഡർ വെച്ച് നമ്മുടെ മേത്ത് തന്നെ അളന്ന് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണ്ടിയത് എവിടെയാണ് അത് നമ്മൾ നമ്മുടെ ഈ ഒരു തുണിയിൽ ഷോൾഡർ വെച്ച് താഴോട്ട് നമ്മുടെ അടയാളപ്പെടുത്തുക. എവിടെയാണ് എനിക്ക് ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി ചെറിയൊരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം ആ ഷേപ്പിൻ്റെ അളവ് നമ്മൾ അളക്കുക ടേപ്പിനകത്ത് അളന്ന് കഴിയുമ്പോൾ നമുക്ക് ആ അളവ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഏകദേശം 14 ആട്ടോ ഷേപ്പിൻ്റെ ആ വശം വരത്തുള്ളൂ കേട്ടോ. ആ 14ൻ്റെ വശം നമ്മൾ അടയാളപ്പെടുത്തിയ ശേഷം അപ്പോൾ അവിടെ നമുക്ക് നല്ല ഷേപ്പ് വേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ ഷേപ്പ് വേണ്ട സ്ഥലം നമുക്കിത് അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടയാളപ്പെടുത്തുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു വശത്തിൻ്റെ അളവ് നമ്മൾ പിടിച്ച ശേഷം ഏകദേശം എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ തയ്യൽ തുമ്പും അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും തയ്ക്കുന്നതിന് തയ്യൽ തുമ്പ് വേണം കേട്ടോ. 34 ആകുമ്പോൾ അതിനേക്കാളും ഒരു ഇച്ചിരി കൂടെ കുറവായിരിക്കും, 32 28 ഒക്കെ ആയിരിക്കും കേട്ടോ അവർക്ക്. അപ്പോൾ നമുക്കിത് ഉണ്ടോ, അവിടെ ഇതുണ്ടോ, അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഏകദേശം 8 വരത്തുള്ളൂ. അപ്പോൾ അതിന് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പൊക്കെ ആട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അടുത്തതിന് ശേഷം നമ്മൾ താഴോട്ട് നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തണം കേട്ടോ. ഹിപ്പിനും ഇങ്ങനെ തന്നെ നമ്മൾ വരച്ചിട്ട് നമ്മുടെ ഹിപ്പ് എവിടെയാണ് വരുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്ലിറ്റൊക്കെ വരുന്ന സ്ഥലം അതും അതിന് കുറച്ചുകൂടെ താഴെ നമ്മുടെ അടയാളപ്പെടുത്തണം. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിച്ചിട്ട് വേണം താഴെ അടയാളപ്പെടുത്താൻ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനും തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ അടയാളം വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ വരകളെല്ലാം നമ്മൾ തയ്യൽ തുമ്പ് വരകളും അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് വരകളും നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് താഴോട്ടുള്ള വരയെ നമ്മൾ അടിയിലത്തെ നമ്മൾ നോക്കണം കേട്ടോ. നമുക്ക് എന്തോരം ഈ ഒരു സ്ലിറ്റിൻ്റെ ഇത് വേണ്ട, നമുക്ക് ചുരിദാറിൻ്റെ ഈ അകലമില്ലേ, നമുക്ക് ഈ സ്ലിറ്റ് ഇടുമ്പോൾ നമുക്കുള്ള അകലം അതും അടയാളപ്പെടുത്തിയ ശേഷം നമുക്കതേ ഇനി പിന്നെ നമുക്ക് സ്ലിറ്റ് അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ 1 ഇഞ്ച് മാത്രമാട്ടോ താഴോട്ട് വിടാവുള്ളൂ. പിന്നെ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒന്നും കൊടുക്കരുത്. സ്ലിറ്റിന് നമ്മൾ 1 ഇഞ്ച് മാത്രമാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളിതേ സ്ലിറ്റിനുള്ള ഇഞ്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം നിങ്ങൾക്കിതിപ്പോൾ ഏറ്റവും താഴത്തത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ പഴയ ചുരിദാറില്ലേ, പഴയ ചുരിദാറിന് നമ്മൾ ഒരു വശം ചുരിദാർ ഇങ്ങനെ എടുത്ത് വിടർത്തിയിടുക. അതിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് നമ്മൾ നോക്കുക. ഫ്രണ്ടിൽ കിടക്കുന്ന വശമില്ലേ അതിൻ്റെ അളവ് നമ്മൾ നോക്കുക. ആ അളവ് നോക്കിക്കഴിയുമ്പോൾ എത്രയാണ് നോക്കുക, ആ അളവേ താഴെ എടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് വീതി വരും ഈ ഫ്രണ്ടിലത്തെ അളവ് നമ്മൾ തോന്നിവാസം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ചുരിദാറുണ്ടെങ്കിൽ ആ ചുരിദാറിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിടുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ സെറ്റിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വര മാത്രം മതിയെന്ന് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചുരിദാറാക്കാം. നമ്മൾ സെറ്റായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വീതിക്കൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന വലിയ ടാസ്ക് ഒന്നുമില്ല, വളരെ ഈസിയാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പിട്ട് കൊടുക്കണ സ്ഥലത്തൊക്കെ തയ്യൽ തുമ്പ് ഇഞ്ച് ആ വശത്തൊക്കെ നമ്മൾ വെട്ടാവുള്ളൂ കേട്ടോ. കാരണം രണ്ടാമത് കിടക്കുന്ന ഈ അകത്ത് കിടക്കുന്ന വരയുണ്ടല്ലോ അത് നമ്മൾക്ക് ഷേപ്പാക്കാൻ വേണ്ടി മാത്രമുള്ളതാണേ. തയ്ക്കാനുള്ള വര ഏതാണെന്ന് അറിയാമോ, തയ്ക്കാനുള്ളത് ആ ഒരു അപ്പുറം കിടക്കുന്ന അറ്റത്ത് കിടക്കുന്ന വരയാണ് കേട്ടോ. അപ്പോൾ ആ വരയൊക്കെ വെട്ടി വിടാവുള്ളൂ. ഇപ്പുറത്തെ വരയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പൊന്നും കിട്ടിയല്ല, തെറ്റിപ്പോകും. അപ്പോൾ വളരെ ഈസി ആയിട്ട്, കാരണം നമ്മൾ ആ ചുരിദാറും ലൈനിങ്ങും കൂടെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒത്തിരി ഷേപ്പിലൊന്നും നമുക്കറിയാവുന്ന പോലെ വെട്ടിയെടുത്താൽ മതി. നമുക്കിടാനുള്ളതല്ലേ 1, 2, 3, 4 ഒക്കെ തവണ തയ്ച്ചൊക്കെ നമ്മൾ തെറ്റിച്ചൊക്കെ പോകുന്നത്. എൻ്റെയൊക്കെ ഇഷ്ടം പോലെ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ യൂട്യൂബിനകത്ത് ഓരോരുത്തർ ചെയ്യുന്നത് നോക്കിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ചുരിദാർ വെട്ടിയെടുക്കുക കേട്ടോ. അടിപൊളി ചുരിദാർ. ഇനി സ്വന്തമായിട്ട് ഇനി തയ്ക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം ഒത്തിരി ഈസി ട്രിക്സ് ഉണ്ട് കേട്ടോ നമുക്ക് തയ്ക്കാനായിട്ട്, ഒരുപാടുണ്ട്. ചിലർ നല്ല സിമ്പിളായിട്ട് തയ്ക്കുന്ന ആൾക്കാരുണ്ട് യൂട്യൂബേഴ്സ്, ചിലർ നല്ല ഭയങ്കര ഹാർഡായിട്ട് തയ്ക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചിട്ടൊക്കെ മറച്ചൊക്കെ എടുത്ത് തയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ വെട്ടി നിർത്ത്. അതിന് ശേഷം നമുക്ക് വേറൊരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന്. തയ്ക്കാൻ നിങ്ങൾ വേറെ നല്ലൊരു യൂട്യൂബിൻ്റെ ചാനൽ നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം വളരെ ഈസിയാണ് തയ്ക്കുന്നത്. ഇത്രയും വെട്ടാമെങ്കിൽ പിന്നെ തയ്ക്കാൻ തന്നെ എളുപ്പമല്ലേ. അങ്ങനെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കണ്ടോ, അത് വെട്ടേണ്ടത് ലൈനിങ് തുണിക്ക് ഇറക്കം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ലൈനിങ് തുണിക്ക് ഇറക്കം വേണ്ട, നമ്മുടെ ചുരിദാറിന് നമുക്ക് ഇറക്കം വേണ്ടിയത്. അപ്പോൾ ലൈനിങ് നമുക്ക് ഇച്ചിരി മുകളിൽ വെച്ച് കണ്ടിക്കണം, ചുരിദാർ നമുക്ക് ഇച്ചിരി
താഴെ കിടക്കണം. കാരണം ലൈനിങ്ങിൽ നിന്ന് 1-2 ഇഞ്ചോ താഴോട്ട് വേണം കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. താഴെ ഒരു ഇച്ചിരി ഇറക്കം വേണം, പക്ഷേ ലൈനിങ് ഇച്ചിരി മണ്ടേ വെച്ച് നമ്മൾ വെട്ടിയെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങെ വെട്ടാനുള്ള കാരണം നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ലൈനിങ് സ്വാഭാവികമായിട്ടും കോട്ടൺ ആയിരിക്കും, പക്ഷേ നമ്മുടെ ഈ ചുരിദാറിൻ്റെ തുണി ചിലപ്പോൾ കോട്ടൺ ആവണമെന്നില്ല. നമുക്ക് ഈ ചുരിദാറിൻ്റെ തുണിയെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച രീതി കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഇത് കൂട്ട് കോട്ടൺ തുണിയാകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതി തന്നെ കിട്ടും. കണ്ടോ, തൊട്ട് മണ്ടയിൽ വെച്ച് നമ്മളതങ്ങോട്ട് വെട്ടി കേട്ടോ ലൈനിങ് തുണി. അപ്പോൾ നമ്മുടെ ലൈനിങ് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ കണ്ടോ, ഇച്ചിരി ഇറക്കം കൂടെ നമ്മുടെ സാധാരണ ചുരിദാറിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാറെല്ലാം നല്ല അടിപൊളിയായിട്ട് വെട്ടി നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടും സെപ്പറേറ്റ് പീസാക്കി മാറ്റണം കേട്ടോ. എന്നുവെച്ചാൽ ഫ്രണ്ടും മാറ്റണം സെപ്പറേറ്റ്, ബാക്കും രണ്ടും സെപ്പറേറ്റ് വെട്ടി സെപ്പറേറ്റ് മാറ്റിയെടുത്ത ശേഷം മാത്രമാണ് നമുക്ക് ഇനി തയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ തുണി നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുന്നുണ്ടോ. രണ്ടും സെപ്പറേറ്റ് ആക്കി കേട്ടോ. അതിൻ്റെ ഷോൾഡർ രണ്ടും വിടിയിക്കുക കേട്ടോ. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ വിളിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.